ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മാത്സിലെ ഒരു മാരത്തോൺ ക്ലാസ് ആണ്. നമുക്കറിയാം 10th പ്രിലിംസിന്റെ എക്സാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാത്സിൽ നമ്മൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് ഈ എക്സാം എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി പ്രിലിംസ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഗ്രി ലെവലൊക്കെയെന്ന് വെച്ചാൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം മാത്രം പറഞ്ഞിട്ട് പോലും ചില സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാം, പ്രിലിംസ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ മെയിൻസിന് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അറിഞ്ഞാലേ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് സംഖ്യകളെ കുറിച്ച് പറയും. പിന്നെ ഭിന്നസംഖ്യകൾ, അവയുടെ ലസാഗു, ഉസാഗു, ഏറ്റവും വലുത്, ചെറുത്, അവ എങ്ങനെയാണ് കാണുക എന്നതൊക്കെ നമ്മൾ നോക്കുന്നതായിരിക്കും. പിന്നെ സമയം, ദൂരം, വേഗത, പിന്നെ ക്ലോക്കിന്റെ പ്രോബ്ലംസ്, ശരാശരി, ശ്രേണികൾ, ഇങ്ങനെയുള്ളതൊക്കെ നോക്കാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് സംഖ്യകൾ. സംഖ്യകൾ അറിയാനുള്ളത് എന്താണ് നിസ്സർഗ സംഖ്യകൾ എന്നാണ് അദ്ദേഹം അറിയേണ്ടത്. നിസ്സർഗ സംഖ്യകൾ അവർ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, അവയെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസ്സർഗ സംഖ്യകൾ ഇംഗ്ലീഷിൽ പറയുന്നത് വെച്ചാൽ കൗണ്ടിങ് നമ്പേഴ്സ്. അപ്പോൾ നമുക്കറിയാം എണ്ണൽ സംഖ്യകൾ പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടാണ് എണ്ണുക. അപ്പോൾ 1, 2, 3, 4 തുടങ്ങിയിട്ടുള്ള എല്ലാ അക്കങ്ങളെയും നമ്മൾ എന്താ പറയുക, നിസ്സർഗ സംഖ്യകൾ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്നാണ്. അടുത്തത് അഖണ്ഡ സംഖ്യകൾ. അപ്പോൾ അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ അതിനെ ഇംഗ്ലീഷ് എന്താ പറയുക, ഹോൾ നമ്പേഴ്സ്. അപ്പോൾ ഈ അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നിസ്സർഗ സംഖ്യകളും പ്ലസ് സീറോയും കൂടിയിട്ടുള്ളതാണ് അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ പൂർണ്ണസംഖ്യകൾ അല്ലെങ്കിൽ ഇന്റജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് ആയിട്ടുള്ള സംഖ്യകളും സീറോ പിന്നെ നിസ്സർഗ സംഖ്യകളും കൂടിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഇന്റജേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഭിന്നസംഖ്യകൾ. എന്താണ്, ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകളെല്ലാം എന്താണ്, റാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകളാണ്. അതേസമയം ഇറാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അഭിന്നക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഭിന്നക ഫോമിൽ എഴുതാൻ പറ്റാത്തവയാണ് അഭിന്നക സംഖ്യകൾ എന്ന് പറയാം. എക്സാമ്പിൾ √3 അല്ലെങ്കിൽ √2, ഇവയെല്ലാം എന്താണ്, ഇവ നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റുകയില്ല. അതുകൊണ്ട് അവ എന്താണ്, അവ അഭിന്നക സംഖ്യകളാണ്. ഇനി അടുത്തതാണ് ഭാജ്യസംഖ്യകൾ. അപ്പോൾ എന്താണ് ഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞാൽ, ആദ്യം അഭാജ്യ സംഖ്യകളെ കുറിച്ച് പഠിക്കാം, എന്നിട്ട് ഭാജ്യസംഖ്യകളെ കുറിച്ച് പഠിക്കാം. അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ആ സംഖ്യയ്ക്ക് അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു സംഖ്യയും ഒന്നും മാത്രം ഫാക്ടേഴ്സ് ആയിട്ടുള്ള സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അതായത് ആ സംഖ്യയെ മറ്റൊരു ഏത് സംഖ്യയുമായിട്ടും നിശേഷം ഹരിക്കാൻ നമുക്ക് പറ്റുകയില്ല. അങ്ങനത്തെ സംഖ്യകളാണ് എന്തെന്ന് പറയുന്നത്, അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അതേസമയം ഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള സംഖ്യകൾ വെച്ചിട്ട് നമുക്ക് ഈ സംഖ്യകളെ നമുക്ക് പൂർണ്ണമായിട്ട് നിശേഷം ഹരിക്കാൻ പറ്റും. എക്സാമ്പിൾ പറയുക വെച്ചാൽ അഭാജ്യ സംഖ്യകൾക്ക് എക്സാമ്പിളാണ് 11. ഈ 11 നമുക്ക് ഇതിന്റെ താഴെയുള്ള ഏത് സംഖ്യ വെച്ചിട്ടും നമുക്ക് നിശേഷം വയ്ക്കാൻ പറ്റുമോ, പറ്റുകയില്ല. അതേസമയം ഭാജ്യസംഖ്യകളെ നമുക്ക് നിശേഷം വയ്ക്കാൻ പറ്റും. ഇപ്പൊ 6 എടുക്കുകയാണ്. 6 എന്ന് പറയുന്നത് എന്തൊക്കെ കൊണ്ടായിരിക്കാം, 2 കൊണ്ടായിരിക്കാം, 3 കൊണ്ടായിരിക്കാം. അപ്പൊ അതിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, 6 ആണ്. അപ്പൊ 6ന് 6 അല്ലാതെ 1ഉം 6ഉം അല്ലാതെ മറ്റു 2 ഘടകങ്ങളുമുണ്ട്, അതാണ് 2ഉം 3ഉം. അതുകൊണ്ട് 6 ഒരു ഭാജ്യസംഖ്യയാണ്. അതേസമയം അഭാജ്യ സംഖ്യകൾക്ക് 1ഉം ആ ഒരു സംഖ്യയും മാത്രമേ ആ സംഖ്യകൾ വെച്ച് ഭാജിക്കാൻ പറ്റുകയുള്ളൂ. അതായത് അതിന് വേറെ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊന്ന് അറിയാനുള്ളതാണ്, നമുക്ക് ബൈനറി സംഖ്യകളും അതുപോലെ 10ൽ വരുന്ന സംഖ്യകളും അല്ലെങ്കിൽ ഡീനറി സംഖ്യകളും. അപ്പോൾ നമുക്ക് സാധാരണ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ഈ ഒരു സംഖ്യ തന്നിട്ട് അതിന്റെ ബൈനറി ഫോം എത്ര എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയണം 640 എഴുതാൻ വയ്ക്കാം. 640ന്റെ ബൈനറി കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, 640 ഹരിക്കണം 2, അപ്പോൾ എത്ര വരും, 320 വരും. 320നെ 2 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം എത്രയാണ്, 0 ആണ് വരുന്നത്. ഈ 320നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും, 160 വരും. അതിനെ വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും, 80 വരും. അപ്പോൾ എത്ര, സിസ്റ്റം 0. ഈ 80നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും, 40 വരും. ഈ 40നെ വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും, 20 വരും. അപ്പോൾ എത്ര, സിസ്റ്റം 0. 20നെ 2 കൊണ്ട് ഹരിച്ചാൽ 10 വരും, സിസ്റ്റം 0.
ഈ 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5 വരും, സിസ്റ്റം 0. ഈ 5നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 2 വരും, സിസ്റ്റം 1 വരും. ഈ 2നെ ഹരിച്ചാൽ 1 വരും, സിസ്റ്റം 0 വരും. ഈ 1നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 0 വരും, സിസ്റ്റം 1 വരും. അപ്പോൾ 640ന്റെ ബൈനറി എന്ന് പറയുന്നത് 1 0 1 0 0 0 0 0 0 0. എത്ര പൂജ്യം ഉണ്ടെന്ന് കറക്റ്റായിട്ട് എണ്ണി നോക്കിയിട്ട് വേണം നമ്മൾ പൂജ്യം ഇടാൻ. ഇതല്ലാതെ വേറൊരു മെത്തേഡ് ഉണ്ട്. നമ്മളിങ്ങനെ ഹരിച്ചു നോക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഈസിയാണ്, നമ്മളത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്തായാലും ഒന്ന് പറഞ്ഞു തരാം. അത് നമ്മളിങ്ങനെ എടുക്കാം. 1 2 2ന്റെ ഇരട്ടി 4 4ന്റെ ഇരട്ടി 8 8ന്റെ ഇരട്ടി 16 16ന്റെ ഇരട്ടി 32 32ന്റെ ഇരട്ടി 64 64ന്റെ ഇരട്ടി 128 128ന്റെ ഇരട്ടി 256 256ന്റെ ഇരട്ടി 512 512ന്റെ ഇരട്ടി 1024. ഇത്രയും ഓർത്ത് വയ്ക്കാം. ഓർത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എഴുതിയാൽ തന്നെ മനസ്സിലാവും. ഇനി 640 എന്ന് പറയുമ്പോൾ 640ലേക്ക് മാക്സിമം വരുന്ന സംഖ്യ ഏതാണ്? 1024 എടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഏതെടുക്കാൻ പറ്റും? 512 എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 512 ഒരെണ്ണം എടുത്തു. പിന്നെ അതിൻ്റെ കൂടെ 256 കൂട്ടാൻ പറ്റുമോ? കൂട്ടാൻ പറ്റില്ല. കാരണം എന്താണ്? 700ന്റെ മേലെ പോകും. പിന്നെ 128 കിട്ടി. അപ്പോൾ എത്ര വരും? 528ഉം 512ഉം 128ഉം കൂട്ടിയാൽ 640 വരും. പിന്നെ ഏതെങ്കിലും എടുക്കേണ്ട ആവശ്യമുണ്ട്? 64 എടുക്കണ്ട, 32 എടുക്കണ്ട, 16 എടുക്കണ്ട, 8 എടുക്കണ്ട, 4 എടുക്കണ്ട, 2 എടുക്കണ്ട, 0 ഒന്നും എടുക്കണ്ട. അപ്പോൾ നമ്മുടെ ബൈനറി സംഖ്യ എന്ന് പറയുന്നത് എത്രയും 1 തിരിച്ചെഴുതുക. 1 1 0 1 2 0 പിന്നെ 2 0 പിന്നെ 2 0 പിന്നെ 1 0. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കണക്ക് കൂട്ടാം. അപ്പോൾ ആദ്യം ചെറിയ വലിയ സംഖ്യകൾ എടുക്കാതെ ആദ്യം ഒരു ചെറിയ സംഖ്യ എടുക്കാം. ഇപ്പോൾ 7 കണക്ക് കൂട്ടാൻ നോക്കാം. 7ന്റെ ബൈനറി സംഖ്യ എത്രയെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 8 എടുക്കാൻ പറ്റുമോ? 8 പറഞ്ഞാൽ ഇതിനേക്കാൾ വലുതാണ്. അപ്പോൾ അതിനേക്കാൾ താഴെയുള്ള 4 എടുത്തു. അപ്പോൾ നമുക്ക് 7ന് എങ്ങനെ എഴുതാം? 7 = 4 + 2 + 1 എന്ന് എഴുതാം. ആദ്യം 4 എടുത്തു. അപ്പോൾ 1 4 + 2 6 എടുത്തു, 1 എടുത്തു, പിന്നെ ഒന്നും കൂടി 7. അപ്പോൾ 7ന്റെ ബൈനറി ഫോം എന്ന് പറയുന്നത് 111 ആണ്. ഇനി അടുത്തത്, ഒരു സംഖ്യയെ നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് സാധാരണ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സാധാരണ ചോദിക്കുക 2 ഒന്നും ചോദിക്കില്ല. പറഞ്ഞുതരാം. 3 4 5 6 8 9 9 10 11 12 14 16 18 20 21. ഇത്രയും നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിക്കാം. അപ്പോൾ 2ന്റെ നമുക്കറിയാം അത് ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ നോക്കിയാൽ മതി. അറ്റത്തുള്ള സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുകയാണെങ്കിൽ ആ സംഖ്യ പൂർണ്ണമായിട്ടും നിശേഷം ഹരിക്കാൻ പറ്റും. ഇനി 3ന്റെ കേസാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അക്കങ്ങളുടെ തുക 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കിയാൽ മതി. ആ ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുക 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ സംഖ്യ നിശേഷം 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. എക്സാമ്പിൾ പറയണം, 648 പറയാന്ന് വെച്ചാൽ. അപ്പോൾ 6 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ അതിന് കട്ട് ചെയ്തു. പിന്നെ 4 8 12 അതും ഡിവിസിബിൾ ആണ്. അപ്പോൾ 3 കൊണ്ട് ഇത് ഡിവിസിബിൾ ആണ്. ഇനി 4 കൊണ്ട് ഒരു സംഖ്യ ഡിവിസിബിൾ ആണെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? അവസാനമുള്ള രണ്ടക്കം, ആ ഒരു സംഖ്യയിലെ അവസാനമുള്ള രണ്ടക്കങ്ങൾ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കിയാൽ ആ സംഖ്യ 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. എക്സാമ്പിൾ പറയുന്നത് 644. 644ലെ ലാസ്റ്റത്തെ രണ്ടക്കങ്ങൾ എന്ന് പറയുന്നത് 44 ആണ്. അപ്പോൾ ഈ 44 എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ 644 എന്താണ്? 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇനി അടുത്തത് 505. 5 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? അവസാനത്തെ അക്കം 5 അല്ലെങ്കിൽ 0 ആണോ എന്ന് നോക്കിയാൽ മതി. ഇനി 6 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യ 2 കൊണ്ടും 3 കൊണ്ടും ഡിവിസിബിൾ ആണോ എന്ന് നോക്കിയാൽ മതി. 8 ആണ് എന്നറിയാൻ 8 കൊണ്ട് ഒരു സംഖ്യ നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യയിലെ ലാസ്റ്റ് 3 അക്കങ്ങൾ, ഇപ്പോൾ ഞാൻ പറയാണ് 5814. അപ്പോൾ ഈ 5814 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഈ 814 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. അപ്പോൾ 814 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ ചോദിച്ചാൽ നോക്കുമ്പോൾ എന്താണ്? 8 പോയപ്പോൾ 1 വന്നു. പിന്നെ 14 ആണ്. 14 നമുക്കറിയാം 8 കൊണ്ട് ഡിവിസിബിൾ അല്ല എന്ന്. അതുകൊണ്ട് തന്നെ 5814 എന്ന് പറയുന്നത് 8 കൊണ്ട് ഡിവിസിബിൾ അല്ല. ഇനി 9. ഒരു സംഖ്യ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആ സംഖ്യയിലെ അക്കങ്ങളുടെ തുക അവയെ 9 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ സംഖ്യ 9 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. എക്സാമ്പിൾ പറയാണ് 8756 എന്ന് വയ്ക്കാം. അപ്പോൾ ഈ സംഖ്യ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി?
8 7 15 5 20 പ്ലസ് 26 6 പ്ലസ് 2 8. അപ്പോൾ ഈ ഒരു സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 9 കൊണ്ട് ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ സംഖ്യകളുടെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 9 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള സംഖ്യയല്ല വരുന്നത്. അതുകൊണ്ട് ഈ സംഖ്യ 9 കൊണ്ട് ഡിവിസിബിൾ അല്ല. 10 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കം അത് 0 ആണെന്ന് നോക്കിയാൽ മതി. ഇനി 11 കൊണ്ട് ഡിവിസിബിൾ ആണോ ഒരു സംഖ്യ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇടവിട്ടിട്ടുള്ള അക്കങ്ങളുടെ തുക കൂട്ടുക. അതായത് ഒറ്റ, പിന്നെ 100, പിന്നെ 10,000 ഈ അക്കങ്ങളുടെ തുക കൂട്ടുക. അതുപോലെ തന്നെ 10, 1000 ഈ ഒരു സംഖ്യകളും കൂട്ടുക. എന്നിട്ട് ഇവ തമ്മിലുള്ള ഡിഫറൻസ് 11 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് വെച്ചാൽ ആ സംഖ്യ 11 ഡിവിസിബിൾ ആയിരിക്കും. എക്സാമ്പിൾ പറയാണ്, 87,543 വയ്ക്കാം. ഈ സംഖ്യ 11 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇടവിട്ടിട്ടുള്ള സംഖ്യകൾ 3 പ്ലസ് 5 പ്ലസ് 8. അപ്പോൾ എത്ര വരും? 8 5 13 3 16 വരും. ഇനി വേറെ ഏതൊക്കെ സംഖ്യകളുള്ളത്? 4 പ്ലസ് 7, അതായത് 4 പ്ലസ് 7 3 5 8 8 16. 4 പ്ലസ് 7 എത്ര വരിക? 11 ആണ് വരിക. അപ്പോൾ ഇവ തമ്മിൽ കമ്മിയാക്കുക, കുറവാക്കുക. അപ്പോൾ 16 മൈനസ് 11 എന്ത് വരും? 5 വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സംഖ്യ ഉണ്ടല്ലോ, ഇത് 11 കൊണ്ട് ഡിവിസിബിൾ ആണ് വെച്ചാൽ, അല്ലെങ്കിൽ ഈ 0 ആണ് വെച്ചാൽ 11 കൊണ്ട് ഡിവിസിബിൾ, അല്ലെങ്കിൽ 0 ആണ് വെച്ചാൽ ആ സംഖ്യ എന്തായിരിക്കും? ആ സംഖ്യ 11 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇനി 12 കൊണ്ട് ഒരു സംഖ്യ 12 കൊണ്ട് ഡിവിസിബിൾ ആണെന്നൊക്കെ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യയെ 3 കൊണ്ടും 4 കൊണ്ടും ഡിവിസിബിൾ ആണോ നോക്കിയാൽ മതി. ഇനി 14 കൊണ്ട് ഒരു സംഖ്യ ഡിവിസിബിൾ ആണെന്നൊക്കെ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ടും 7 കൊണ്ടും ഡിവിസിബിൾ ആണോ നോക്കിയാൽ മതി. ഈ 7 കൊണ്ട് ഡിവിസിബിൾ ഒരു മെത്തേഡ് ഉണ്ട്, പക്ഷെ അത് ഇത്തിരി ടിഡിയസ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ 13, 17 അങ്ങനെയുള്ളതിനെല്ലാം ഒരു മെത്തേഡുകളുണ്ട്, പക്ഷെ അതെല്ലാം ടിഡിയസ് മെത്തേഡാണ്. അതിനേക്കാൾ നല്ല ഡയറക്റ്റ് ആയിട്ട് ഹരിച്ച് നോക്കലാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഞാൻ പറയാതിരിക്കുന്നത്. പിന്നെ 16 കൊണ്ട് ഡിവിസിബിൾ ആണ് നോക്കാൻ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റിലെ 4 അക്കങ്ങൾ, അതായത് 2-ന് ഒറ്റക്കം, 4-ന് 2 അക്കം, 8-ന് 3 അക്കം, 16-ന് 4 അക്കം, 32 ആണ് വെച്ചാലോ 5 അക്കം, അങ്ങനെയാ വരിക. 64 ആണ് വെച്ചാൽ 6 അക്കം. അത് ഡിവിസിബിൾ ആണ് നോക്കിയാൽ മതി. എന്നാൽ ആ സംഖ്യ ഡിവിസിബിൾ ആയിരിക്കും. ഇതാണ് അതിന്റെ കണക്ക്. ഓക്കെ, 16-ന് ഡിവിസിബിൾ ആണ് നോക്കാൻ എന്ത് ചെയ്താൽ മതി? ആ അവസാനത്തെ 4 അക്കം 16 കൊണ്ട് ഡിവിസിബിൾ ആണ് വെച്ചാൽ ആ സംഖ്യ എന്തായിരിക്കും? 16 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇനി 18 ആണ് വെച്ചാൽ 2 കൊണ്ടും 9 കൊണ്ടും ഹരിക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. ഇനി 20 ആണ് വെച്ചാൽ അവസാനത്തെ 2 അക്കങ്ങൾ 20-ന്റെ ഡിവിസിബിൾ ആണ് വെച്ചാൽ ആ സംഖ്യ 20 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇനി 21 കൊണ്ടാണ് ഡിവിസിബിൾ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യ 3-ന്റെയും 7-ന്റെയും കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം. ഇതൊക്കെയാണ് ഇതിന്റെ ക്രൈറ്റീരിയകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംഖ്യയെ ഈ സംഖ്യയിൽ തന്നിട്ട് അതുകൊണ്ട് നിശ്ശേഷമായിട്ട് ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് സാധാരണ ചോദിക്കുന്നതാണ്. ഇനി അടുത്താണ് ബോർഡ് മാസ് റൂൾ. നമ്മുടെ ഇതിന്റെ പ്രയോറിറ്റികൾ എന്ന് പറയുന്നത് എന്താണ്? ആദ്യം വിങ്കുലം അല്ലെങ്കിൽ ബാർ ആണ്, രണ്ടാമത്തത് ബ്രാക്കറ്റ്, പിന്നെ ഓഫ്, നാലാമത്തെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ മാത്രമായിരിക്കണം നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. എക്സാമ്പിൾ പറയണം, 5 + 4 - 3 × 2 എന്നും നമുക്ക് തന്നിരുന്നാൽ ആദ്യം എന്താണ് ഇതിൽ വരുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. അപ്പോൾ 3 2 6, പിന്നെ അഡീഷൻ ആണ് വരുന്നത് 5 4 9. അപ്പോൾ 9 - 6 എന്ന് വരും, അതായത് 3 എന്നുള്ള ആൻസർ വരെയായിരിക്കും ഇതാക്കുക. അപ്പോൾ ആ ഒരു റൂളിൽ മാത്രം നമ്മൾ ബോർഡ് മാസ് റൂൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ എക്സാം ഓറിയന്റഡ് ആയിട്ട്, അതായത് നമ്മൾ മറന്നു പോയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക എന്നതാണ് മെയിൻ ഉദ്ദേശം. ചെറിയ ചെറിയ കണക്കുകൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ബാക്കി എങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മറന്നിട്ടുള്ളത്, അതിനെക്കുറിച്ചൊക്കെ ഒരു റിവിഷൻ ആണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബോർഡ് മാസ് റൂൾ കഴിഞ്ഞു. ഇനി അടുത്തതാണ് നമ്മൾ LCM, HCF. LCM എന്ന് പറഞ്ഞാൽ ലസാഗു, HCF പറഞ്ഞാൽ ഉസാഗ അല്ലെങ്കിൽ ഉത്തമ സാധാരണ ഘടകം, LCM പറഞ്ഞാൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലഘുത്തമ സാധാരണ ഗുണിതം. അപ്പോൾ ഞാൻ തരാൻ എക്സാമ്പിൾ. ഇപ്പോൾ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ പറഞ്ഞാൽ നമുക്ക് പല വിധത്തിൽ കാണാം. ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഇതാണ്. ഇപ്പോൾ ഞാൻ തരാണ് 22 11 12 12 വേണ്ട, 11-ന്റെ അടുത്തായല്ലോ. 22 8 12 തരാണ്. അപ്പോൾ ഈ സംഖ്യയുടെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അത് ഡിഫറെന്റ് മെത്തേഡിൽ കാണാം. അപ്പോൾ 22-ന്റെ മൾട്ടിപ്പിൾ അതൊക്കെ വരിക 22 വരും, 44 വരും, അത് കഴിഞ്ഞ് 66 വരും, പിന്നെ 88 വരും,
അങ്ങനെ പോകുന്നു. ഇനി 8ൻ്റെയാണ് വെച്ചാൽ 8, 16, 32 8, 16, 24, 32, 40, 48, 8, 56, 64, 72, 80 അങ്ങനെ പോകും. ഇനി 12നെയാണ്. 12 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുകയാണെന്ന് വെച്ചാൽ 12, 24, 36, 48, 60, 72, 84 ഇങ്ങനെ പോകും. അപ്പോൾ ഇതിലെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് നോക്കിയാന്ന് വെച്ചാൽ 22 ബാക്കിയുള്ളത് കൊണ്ട് ഉണ്ടോ? ഇല്ല. 44 ഉണ്ടോ? അതും ഇല്ല. 66 ഉണ്ടോ? അതും ഇല്ല. 88 ഉണ്ടോ? അതും ഇല്ല. അപ്പോൾ 88ന്റെ അടുത്ത് ഏതായിരിക്കും വരിക? 88 കഴിഞ്ഞാൽ 110 ആണ് അടുത്ത് വരിക. ഇങ്ങനെ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഐഡിയ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? 22 എടുക്കുക, 8 എടുക്കുക, 12 എടുക്കുക. 22 എടുക്കുക, 8 എടുക്കുക, 12 എടുക്കുക. നമ്മൾ എന്ത് ചെയ്തു? 2 കൊണ്ട് ഡിവിസിബിൾ ആണ് നോക്കി. അപ്പോൾ 11, 4, 6. ഇതിനെന്ത് ചെയ്യാം? വീണ്ടും 2 കൊണ്ട് ഇതാക്കിയാൽ 11, 2, 3 വരും. അപ്പോൾ ഇതിനെ കുറിച്ച് 3 × 2 × 11 × 2 × 2 അതായത് 4 × 11 44, 44 × 2 88, 88 × 3 24 സിസ്റ്റം 2 24 264 ആണ് വരിക. ഈ 264 ആണ് ഏറ്റവും ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ എക്സാം ഹാളിൽ നമ്മൾ ഇങ്ങനെ തന്നിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് അറിയില്ല, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട് വെച്ചാൽ നമ്മളിങ്ങനെ എല്ലാത്തിൻ്റെയും മൾട്ടിപ്പിൾ എഴുതിയിട്ട് ഇവ തമ്മിൽ കോമൺ ആകുന്ന മിനിമം സംഖ്യ കണ്ടുപിടിക്കുക. അങ്ങനെയും ഒരു മെത്തേഡ് ഉണ്ട്. പക്ഷെ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്തിരി വലിയ സംഖ്യ ആയതുകൊണ്ടാണ് ഇത്രയും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നത്. അതേസമയം വേറെ വലിയ ചെറിയ സംഖ്യകളാണെന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡ് അപ്ലിക്കബിൾ ആണ്. ഈ HCF ആണെങ്കിൽ എങ്ങനെ ചെയ്യണം? ഇപ്പോൾ 22, 8, 12 എടുത്തു. ഇതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഏറ്റവും ചെറിയ ഘടകം, കോമൺ ആയിട്ടുള്ള കോമൺ ഫാക്ടർ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? ഇപ്പോൾ 22ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1 കൊണ്ട് 22 ഹരിക്കാൻ പറ്റും, 2 കൊണ്ട് പറ്റും, 3 കൊണ്ട് പറ്റുമോ, 4 കൊണ്ട് പറ്റുമോ, 5 കൊണ്ട് പറ്റില്ല, 6 കൊണ്ട് പറ്റില്ല, 7 കൊണ്ട് പറ്റില്ല, 8 കൊണ്ട് പറ്റില്ല, 9 കൊണ്ട് പറ്റില്ല, 10 കൊണ്ട് പറ്റില്ല, പിന്നെ 11 കൊണ്ടേ പറ്റുകയുള്ളൂ. ഇനി 8ൻ്റെയാണ് വെച്ചാൽ 1, 2, 4, 8. 12ൻ്റെയാണ് വെച്ചാൽ 1, 2, 3, 4, 6, 12. ഇതാണ് ഘടകങ്ങൾ. അപ്പോൾ ഇതിലെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എത്രയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 4, 11 ഇല്ല. അപ്പോൾ ഏതാണ് ഇതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്? 2 ആണ് ഇതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: 22, 8, 12. 2 കൊണ്ട് ഹരിച്ചാൽ 11 വരും, 4 വരും, 6 വരും. അപ്പോൾ ഇതിലെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ ഇതിന് കോമൺ ആയിട്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റുമോ? പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണ് ഇതിൽ വരിക. ഇനി അടുത്തത്, ഈ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കേണ്ട ഘടകം വരുന്നത് എപ്പോഴാണ്? ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഒരു ക്ലോക്ക്, 3 ക്ലോക്കുകൾ ഒരേ സമയം അലാറം അടിച്ചു. അവ തമ്മിൽ വെച്ചിരിക്കുന്ന ഇത് എത്രയാണ്? 10 മിനിറ്റ്, വേറത് 15 മിനിറ്റ്, വേറത് 20 മിനിറ്റ്. അപ്പോൾ 12 മണിക്ക് തന്നെ അവ ഒരിക്കൽ അടിച്ചു. ഇനി എപ്പോഴായിരിക്കും ഒരുമിച്ച് അടിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് നമ്മൾ ഇതിന്റെ ആവശ്യം വരിക. അപ്പോൾ LCM കണ്ടുപിടിക്കണം. 10, 15, 20. അപ്പോൾ 10ന്റെ എത്രയാണ്? 10, 20, 30, 40, 50 വരും. 15ന്റെ ആണെങ്കിൽ 15, 30, 45 അങ്ങനെ വരും. 20 ആണെങ്കിലോ? 20 ആണ് വെച്ചാൽ 20, 40, 60, 80 അങ്ങനെ പോകും. അപ്പോൾ ഇതിൽ ലോവസ്റ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ് വരിക. ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 60 ആണ് ഇതിൽ വരിക. അതെന്ന് വെച്ചാൽ ബാക്കിയൊന്നും 10നും എല്ലാത്തിലും ഇല്ല, 20 എല്ലാത്തിലും ഇല്ല, 30 എല്ലാത്തിലും ഇല്ല, 15 മാത്രമേ ഉള്ളൂ, 40 എല്ലാത്തിലും ഇല്ല, 50 എല്ലാത്തിലും ഇല്ല, 60 എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 60 ആണ്. അല്ലെങ്കിൽ ഇത് നമ്മൾ വേറെ മെത്തേഡ് നോക്കുകയെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? 10, 15, 20.
5 കൊണ്ട് ഹരിച്ചു. അപ്പോൾ 2, 3, 4 വരും. ഇതിനെ വീണ്ടും നമുക്ക് 2 കൊണ്ട് ഹരിക്കാമല്ലോ. 2 എന്ന് വെച്ചാൽ 1, 3 നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ എഴുതാം. അപ്പോൾ 5 × 2 × 3 × 2 ആയി 2 10 16 60 അങ്ങനെയും നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ ഇതെന്താ മീൻ ചെയ്യുന്നത്? ഓരോ 60 മിനിറ്റിലും ഇവ ഒരുമിച്ചായിരിക്കും വരിക. അപ്പോൾ ഇനി 12 മണിക്ക് അടിച്ച ബില്ല് ഇനി 60 മിനിറ്റ് കഴിഞ്ഞിട്ട്, അതായത് 1 മണിക്കായിരിക്കും കറക്റ്റായിട്ട് എല്ലാം കൂടി ഒരുമിച്ച് അടിക്കുക എന്നതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇനി വേറെ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്കിപ്പോൾ 10, 15, 20 തന്നു. ഇവ കൊണ്ട് ഒരു സംഖ്യയെ ഹരിച്ചാൽ ആ സംഖ്യ ഇപ്പോൾ ഒന്ന് സിസ്റ്റം തരുന്ന ഏറ്റവും മിനിമം ആയിട്ടുള്ള സംഖ്യ ഏതായിരിക്കും എന്ന് ചോദിക്കാം. അതായത് ഒരു സംഖ്യനെ 10, 15, 20 കൊണ്ട് ഹരിച്ചാൽ ആ സംഖ്യ എന്ത് ചെയ്യണം? അത് ഒന്ന് സിസ്റ്റം തരണം. അങ്ങനെയുള്ള സംഖ്യയിലെ ഏറ്റവും മിനിമം ആയിട്ടുള്ള സംഖ്യ ഏതാണ് എന്നാണ് ചോദിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള സമയത്ത് ഇതിന്റെ ലസാഗു കാണുക. അപ്പോൾ ലസാഗു കാണുമ്പോൾ എത്ര വരും? 60 ആണ് വരിക. അപ്പോൾ ഇതാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റം ഒന്ന് വരണം വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? 60 + 1 61 ചെയ്താൽ മതി. അപ്പോൾ ഈ 61 മൂലം എന്താണ്? 60 വരെ എല്ലാം ഡിവിസിബിൾ ചെയ്യും. പിന്നെ ബാക്കിയുള്ള 1 എല്ലാത്തിനും സിസ്റ്റം തരും. അപ്പോൾ 61 ആണ് 10, 15, 20 എന്നീ 3 സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിച്ചാൽ ഒന്ന് സിസ്റ്റം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. ഇനി ഇതേപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഇനി ഇതേ സംഖ്യയാണ് 10, 15, 20 ഞാൻ എടുത്തു. ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുന്ന സമയത്ത് സിസ്റ്റം എത്ര വരണം? 9, 14, 19 ഇങ്ങനെ സിസ്റ്റം വരുന്ന സംഖ്യകൾ ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോഴും നമ്മൾ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കാണാം 60. എന്നിട്ട് എന്ത് ചെയ്യുക? 60 ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, 9 - 1 10 അതെത്രയാണ്? 1 വരുന്നത്. 14 - 15 എത്ര വരുന്നത്? 1 വരുന്നത്. 19 - 20 എത്ര വരുന്നത്? 1 വരുന്നത്. അപ്പോൾ 60 - 1 59. അപ്പോൾ ഈ ഒരു സംഖ്യയെ നമ്മൾ ഈ 10, 15, 20 കൊണ്ട് ഹരിച്ചാൽ എത്ര സിസ്റ്റം വരും? അവ സ്വാഭാവികമായിട്ടും 9, 14, 19 എന്നുള്ള സംഖ്യകളായിരിക്കും സിസ്റ്റം വരിക. അപ്പോൾ ഇതിനെന്താ ചെയ്തത്? നമ്മൾ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിളിന് ശേഷം അവയെ എന്ത് ചെയ്യണം? അതിൽ നിന്നും നമ്മൾ സിസ്റ്റം വരുന്ന സംഖ്യ ഉണ്ടല്ലോ, സിസ്റ്റം വരുന്ന സംഖ്യ മൈനസ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട സംഖ്യയുടെ ഡിഫറൻസ് ഉണ്ടല്ലോ, അതെടുത്ത് കമ്മിയാക്കിയിട്ടാണ്, കുറവ് ചെയ്തിട്ടാണ് നമുക്ക് ഈ സംഖ്യ കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ സാധാരണ ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സാധാരണ ചോദിക്കുക എന്താണ്? ഒരു സംഖ്യയെ 8, 6, 4 ഇവ കൊണ്ട് ഹരിക്കുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് എന്തൊക്കെ സിസ്റ്റം വന്നു? 5, 3, 1 എന്നിങ്ങനെ സിസ്റ്റം വന്നു. എന്നാൽ ആ സംഖ്യ എത്ര എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഒരു സംഖ്യയുടെ 8, 6, 14 ഇവ കൊണ്ടാണ് ആ സംഖ്യ ഹരിക്കുന്നത്. അപ്പോൾ അതിന്റെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കാണുക. അപ്പോൾ 8, 6, 4 അവയുടെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എത്രയാണ്? 8, 6, 4 2 കൊണ്ട് ഹരിക്കാന്ന് വെച്ചാൽ 4, 3, 2 2 കൊണ്ട് ഹരിച്ചു വെച്ചാൽ 2, 3, 1. അപ്പോൾ ഇതിന്റെ എത്ര വരും? 2 × 2 × 2 × 3 അതായത് 24, 4, 2, 8, 3, 24 എന്ന് പറയുന്നതാണ് ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 24 നമ്മൾ എന്ത് ചെയ്യണം? ഈ 5 - 8 8 - 5 എത്ര വരും? 3 വരും. അതുപോലെ 6 - 3 എത്ര? 3 വരും. അതുപോലെ 4 - 1 എത്ര? 1 വരും. 4 - 1 എത്ര വരും? 3 വരും. 3 വരും. അപ്പോൾ എന്ത് ചെയ്യണം? 24 - 3 21. ഈ 21 എന്ന് പറയുന്ന സംഖ്യ ആയിരിക്കും എന്തുകൊണ്ടാണ്? നമ്മൾ 8 കൊണ്ട് ഹരിച്ചു. അപ്പോൾ എന്താ വരും? 16 വരും. 2 16 വരും. സിസ്റ്റം എത്ര വരും? 5 വരും. ഇനി നമ്മൾ ഇത് 4 കൊണ്ടാണ് ഹരിക്കുന്നത് വെച്ചാൽ എന്ത് വരും? 6 18 വരും. 6 കൊണ്ട് ഹരിക്കുന്നത് വെച്ചാൽ എന്താ വരും? 6 18 വരും. അപ്പോൾ സിസ്റ്റം എത്ര വരിക? നമുക്ക് 3 ആണ് വരിക. ഇനി അതല്ല നമ്മൾ 4 കൊണ്ടാണ് 21 ഹരിച്ചാൽ എന്ത് വരും? 14 20 വരും. സിസ്റ്റം എത്ര വരിക? 1 ആണ് വരിക. അപ്പോൾ 5 3 1 എന്ന് കറക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുക, നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത് നേരെ ചെയ്യാൻ നോക്കുക. ഇനിയുള്ളതാണ് ഭിന്നസംഖ്യകൾ. അപ്പോൾ ഭിന്നസംഖ്യകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നതാണ് റാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണ്, സാധാരണ ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞാൽ വിഷമ ഭിന്നവും വരും, സാധാ ഭിന്നവും വരും. അപ്പോൾ 3/4 അത് എന്താണ്? സാധാ ഭിന്നമാണ്. അതേസമയം 4/3 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വന്നിട്ട് മിശ്ര ഭിന്നമാണ്. ഈ മിശ്ര ഭിന്നത്തെ സാധാ ഭിന്നമാക്കാൻ എന്ത് ചെയ്യണം? 4 ഇവിടെയുള്ള 4നെ
ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 3 + 4 ഹോൾ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ എത്ര വരും? 3 12 4 16/3 എന്ന് വരും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കണം. അപ്പോൾ 3 4/6 + 2 4/6 ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരികയാണെന്ന് വെച്ചാൽ എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്ക് ഒരു ആപ്പിളിന്റെ കേസാണ് വെക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ 3 ആപ്പിൾ ഉണ്ട്. ഈ 3 ആപ്പിളിന്റെ കൂടെ എന്തുണ്ട്? 3 ആപ്പിളിന്റെ കൂടെ ഒരു 4/6 ആപ്പിൾ ഉണ്ട്. അതായത് 4 ആപ്പിളിനെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്ത പോർഷനും കൂടി ഈ 3 ആപ്പിളിന്റെ കൂടെ കൂട്ടിയാലാണ് നമുക്ക് 3 4/6 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 3 + 4/6 എന്ന് എഴുതാം. അതേപോലെ തന്നെയാണ് 2 4 + 6 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 3 + 2 + 4/6 + 4/6 എന്ന് കൂട്ടാം. അപ്പോൾ 3 2 5 + 4/6 + 4/6 പറഞ്ഞാൽ എന്ത് ചെയ്യണം? മേലെയുള്ള ഛേദങ്ങൾ ഒരേപോലെയാണ്. അപ്പം അംശം മാത്രം കൂട്ടാം. 8/6 എന്ന് എഴുതാം. 8/6 എന്ന് പറയുമ്പോൾ എന്ത് പറയണം? 6 + 2/6 എന്ന് എഴുതാം. അതിന്റെ അർത്ഥം എന്താണ്? 5 + 1 + 2/6 എന്ന് എഴുതാം. അതായത് 6 2/6 എന്നുള്ള ആൻസർ വരും. ക്ലിയർ ആവുണ്ടല്ലോ? ഇനി അടുത്തത്. അപ്പൊ ഇങ്ങനെ ചെയ്യാം. ഇനി ഇതിൽ സാധാരണ ചോദിക്കുന്നതാണ് ഈ ഭിന്നസംഖ്യകളിൽ ചെറുതേത് വലുതേത്. അപ്പൊ ഇതേ എക്സാമ്പിൾ 3/4 5/6 8/9 ഇങ്ങനെയുള്ള തന്നിരിക്കുന്ന സംഖ്യകളാണ് വയ്ക്കുക. അപ്പൊ ഇവയിൽ ഏറ്റവും വലുത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് നോക്കണം. അപ്പൊ 3/4 3/4 നമ്മൾ എന്ത് എഴുതാം? 4 - 1/4 എന്ന് എഴുതി കൂടെ എഴുതാം. 5/6 എഴുതാം. 6 - 1/6 എന്ന് എഴുതി കൂടെ എഴുതാം. ഇനി 8 - 9 എന്ത് എഴുതാം? 9 - 1/8 എഴുതാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1 - 1/4 1 - 1/6 1 - 1/8 എന്ന് വരും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു ആപ്പിളിൽ നിന്നും നമ്മൾ 1/4 കട്ട് ചെയ്യണം. അടുത്ത എന്താണ്? 1ൽ നിന്നും 1/6 കട്ട് ചെയ്യണം. അടുത്ത എന്താണ്? 1ൽ നിന്നും 1/8 കട്ട് ചെയ്യണം. അപ്പോൾ ഛേദം വലുതാവുന്ന സമയത്ത് ഇപ്പൊ 1/8 എന്ന് പറയുന്ന സംഖ്യ ഛേദം വലുതാണ്. അപ്പോൾ ഈ മൊത്തം സംഖ്യ എന്താണ്? ചെറുതായിരിക്കും. ഛേദം വലുതായ സംഖ്യയിൽ മൊത്തം സംഖ്യ എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും. ഇനി 1/4 എന്ന് പറയുന്നത് എന്താണ്? 4 8നേക്കാൾ കുറവാണ്. അപ്പോൾ എന്താണ്? ഈ സംഖ്യ ഇതിനെ അപേക്ഷിച്ച് വലുതാണ്. അപ്പോൾ നമ്മൾ ഒരു ആപ്പിളിൽ നിന്ന് ഒരു വലിയ പോർഷൻ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. 1/4 എന്ന് പറഞ്ഞാൽ ഒരു ആപ്പിളിൽ നിന്ന് ഒരു വലിയ പോർഷൻ കട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഈ സംഖ്യ എന്ന് പറയുന്നത് ചെറുതായിരിക്കും. അതിനേക്കാൾ കുറച്ച് വലുതായിരിക്കും ഈ സംഖ്യ. അതിനേക്കാൾ കുറച്ച് വലുതായിരിക്കും 1/8 പറയുന്നത്. അപ്പോൾ ഈ സംഖ്യയിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് 8/9 ആണ്. ഇനി നമ്മൾ നേരെ തിരിച്ചു നോക്കുകയാണ്. അപ്പൊ 4/3 6/5 9/8 നോക്കുകയാണ് വയ്ക്കുക. അപ്പൊ ഇതിന് എന്താ ചെയ്യുക? 4/3 അതിന് നമുക്ക് എന്ത് എഴുതാം? 3 + 1/4 എന്ന് എഴുതി കൂടെ. 6/5 എന്ത് എഴുതാം? 5 + 1/6 5 എന്ന് എഴുതി കൂടെ. 9/8 എന്ത് എഴുതാം? 8 + 1/8 എന്ന് എഴുതാം. അപ്പൊ ഇതിന് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഇവിടെ 3 + 1/3 ആണ് വരിക. 3/3 എന്ന് പറയുന്നത് 1 + 1/3. ഇവിടെ ആണെങ്കിൽ 1 + 1/5 + 1 + 1/8. അപ്പോൾ ഇതിന്റെ കൂടെ എന്താണ്? ഒരു ആപ്പിളിന്റെ കൂടെ 1/3 ആപ്പിളിനെ 3ൽ ഒന്നായിട്ട് വിഭജിച്ച ആപ്പിളാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം 1/3 എന്ന് പറയുന്നത് വലുതാണ്. അത് നമ്മൾ ആപ്പിളിന്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് 4/3 ആയിരിക്കും വലുത്. അതായത് ഇവിടെ നമ്മൾ നോക്കിയിരിക്കുന്ന രണ്ട് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ ഈക്വൽ ആയിട്ട് ഡിഫറൻസ് വരുന്ന സംഖ്യകളാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 3/4ഉം 5/6ഉം അതിലെല്ലാം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1 ആണ്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3/4 5/6 അപ്പോൾ ഈ സംഖ്യയിൽ വലുത് ഏത് ചെറുത് എന്ന് പറയാൻ എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ സംഖ്യയുടെ ന്യൂമറേറ്റർ ഇൻറ്റു രണ്ടാമത്തെ സംഖ്യയുടെ ഡിനോമിനേറ്റർ, പിന്നെ രണ്ടാമത്തെ സംഖ്യയുടെ ന്യൂമറേറ്ററിനെ ഫസ്റ്റത്തെ സംഖ്യയുടെ ഡിനോമിനേറ്റർ കൊണ്ട് ഗുണിച്ച് നോക്കുക. അപ്പോൾ എന്ത് വരും? 3/6 പറഞ്ഞാൽ 18 5 4 20 എന്ന് പറയും. അപ്പോൾ ഈ സംഖ്യയിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് എന്താണ്? 5/6 ആണ് ഈ സംഖ്യകളിൽ വലുത് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സംഖ്യയുടെ ന്യൂമറേറ്റർ കൊണ്ടാണോ ഗുണിക്കുമ്പോഴാണ് ഏറ്റവും വലുത്, ആ സംഖ്യയായിരിക്കും ഏറ്റവും വലുത് എന്ന് പറയുന്നത്. ഇത് വേറൊരു മെത്തേഡ്. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞു. ഇനി ഇതിൽ വരുന്ന വേറെ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ മിശ്ര ഭിന്നമാണ് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ മിശ്ര ഭിന്നം ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ 3 ഞാൻ ചെറിയ ചെറിയ എക്സാമ്പിൾ എടുക്കുകയാണ്. അപ്പോൾ തന്നെ ഉണ്ടാക്കുന്ന എക്സാമ്പിളാണ്. അതാണ് ഇത്രയും ബുദ്ധിമുട്ടുള്ളത്. 3 3/4 5 4/6 ഈ ഒരു സംഖ്യ കൂട്ടാണ് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ഇൻഡിജേഴ്സ് കൂട്ടുക. 3 + 5 8. പിന്നെ കൂട്ടാനുള്ള 3/4 + 4/6 ആണ് കൂട്ടാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഛേദത്തിലുള്ള സംഖ്യകൾ
അത് ഒരേപോലെ ആക്കാൻ നോക്കുക. അപ്പോൾ 8 പ്ലസ് 4ഉം 6ഉം കോമൺ ആയിട്ട് വരുന്നത് നമുക്ക് 12 വരും. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 വരും. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അതുപോലെ ചെയ്യണം. അപ്പോൾ 3 9/12 എന്ന് എഴുതാം. പ്ലസ് 4നെ എന്ത് ചെയ്യാം, 4നെ 2 കൊണ്ട് ഗുണിക്കാം. 4 2 8, 6നെ 2 കൊണ്ട് ഗുണിച്ചാൽ 12 ആവും. അപ്പോൾ ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററെല്ലാം ഒരുപോലെ ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ന്യൂമറേറ്റർ അങ്ങനെ തന്നെ കൂട്ടിയാൽ മതി. അപ്പോൾ 8 പ്ലസ് 9 പ്ലസ് 8 17/12 എന്ന് വരും. ഈ 12/18 നമ്മൾ എന്ത് ചെയ്യാം, 8 പ്ലസ് 12 പ്ലസ് 5/12 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, 8 പ്ലസ് 1 പ്ലസ് 5/12 എന്ന് എഴുതാം. അതായത് 9 പ്ലസ് 5/12 എന്ന് എഴുതാം. അതായത് 9 5/12 എന്ന് എഴുതാം. അപ്പൊ അത് മനസ്സിലാക്കിയല്ലോ. ഇനി അടുത്ത ഇതിലേക്ക് പോവാം. അപ്പൊ നമ്മൾ മിശ്ര ഭിന്നങ്ങൾ വരെ പറഞ്ഞു, ഭിന്നസംഖ്യകളും എത്തിക്കഴിഞ്ഞു. ഇനി പിന്നെ പറയാനുള്ളതാണ് സമയം, ദൂരം, വേഗത എന്നുള്ളത്. അപ്പൊ സമയം, ദൂരം, വേഗത നമുക്ക് ഈസി ആയിട്ട് അറിയാം. അപ്പൊ ട്രെയിൻ വേഗത എന്ന് പറയുന്നത് ഞാൻ വി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. വി എന്ന് പറഞ്ഞാൽ സാധാരണ ഫിസിക്കൽ വെലോസിറ്റി എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു പോയതുകൊണ്ട് വി എന്ന് സൂചിപ്പിക്കണം, അല്ലെങ്കിൽ വേണ്ട എസ് എന്ന് തന്നെ സൂചിപ്പിക്കാം. എസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് എസ് എന്നുള്ളത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മുടെ സാധാരണ ചോദിക്കുന്നത് എന്താണ്, ഒരു ട്രെയിന് ഒരു പാലം കടക്കാൻ വേണ്ടി ഇത്ര സമയം എടുക്കുന്നത് വെച്ചാൽ ആ ട്രെയിനിന്റെ വേഗത എത്രയാണെന്ന് വെച്ചാൽ പാലത്തിന്റെ ലെങ്ത് എത്ര, അല്ലെങ്കിൽ ഈ വേഗത എത്ര എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഈ പാലത്തിന്റെ ആയാലും ആളിന്റെ ആയാലും അല്ലെങ്കിൽ വേറെ അടുത്ത് വരുന്ന ട്രെയിൻ ആയാലും എല്ലാത്തിന്റെയും ലെങ്ത് കണക്ക് കൂട്ടണം എന്ന് വെക്കുക. പക്ഷെ ആളുടെ കേസിൽ എന്താണ്, ആളുടെ കേസിൽ ലെങ്ത് നമ്മൾ സാധാരണയായിട്ട് നെഗ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ആ ഒരു കേസിൽ ആൾക്കാരെ എടുക്കാതിരിക്കുന്നത്. അപ്പോൾ ഈ എസ് എന്നുള്ളത് നമുക്ക് എന്താ എഴുതാം, ലെങ്ത് ഓഫ് ട്രെയിന് പ്ലസ് ലെങ്ത് ഓഫ് അടുത്ത ട്രെയിന്, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് മാന്, അല്ലെങ്കിൽ ഓർ ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് പാലം, അങ്ങനെ എടുക്കാം. ഈ ലെങ്ത് ഓഫ് മാൻ എന്ന് പറയുന്നത് നമ്മൾ നെഗ്ലക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇത് എടുക്കാതിരിക്കുന്നത്, ലെങ്ത് ഓഫ് ട്രെയിൻ മാത്രം എടുക്കുന്നത്. നമ്മളിപ്പോൾ അല്ലെങ്കിൽ പോസ്റ്റ് അല്ലെങ്കിൽ മാൻ ഇങ്ങനെയുള്ള കേസിലെല്ലാം എന്ത് ചെയ്യണം, അതിന്റെ ലെങ്ത്തിനെ നെഗ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ലെങ്ത് എടുക്കാതിരിക്കുന്നത്. അങ്ങനെ ആലോചിച്ചാൽ മതി. ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ട് വെച്ചാൽ അങ്ങനെ ആലോചിച്ചാൽ മതി, അതാണ് കാര്യം. അപ്പോൾ ലെങ്ത് ഓഫ് ട്രെയിൻ അല്ലെങ്കിൽ അടുത്ത ലെങ്ത് ഓഫ് ട്രെയിൻ വേറെ ട്രെയിൻ ആണെന്ന് വെച്ചാൽ അടുത്ത ലെങ്ത് ഓഫ് ട്രെയിൻ, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം ആണ് വെച്ചാൽ അടുത്ത ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് വെലോസിറ്റി. ആ ഡിഫറൻസ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരെണ്ണം ഈ ഒരു ഡിസ്റ്റൻസിൽ പോകണം, അടുത്തൊരെണ്ണം ഈ ഒരു ഡിസ്റ്റൻസിൽ വെച്ചാൽ യു മൈനസ് വി, അതായത് യു പ്ലസ് വി എന്നാണ് വരിക. അപ്പോൾ രണ്ട് ട്രെയിനുകൾ, ഒരെണ്ണം റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു, വേറെണ്ണം ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു വെക്കുക. അപ്പോൾ അവ തമ്മിലുള്ള ആപേക്ഷിക വെലോസിറ്റി എന്ന് പറയുന്നത് യു പ്ലസ് വി ആണ്. അതേസമയം രണ്ട് ട്രെയിനുകൾ ഒരുമിച്ച് പോവാണ്, ഒരേ സൈഡിലേക്ക് പോകണം വെച്ചാൽ അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, യു മൈനസ് വി ആണ്. കാരണം വിയും പോസിറ്റീവ് ആണ്, യുവും പോസിറ്റീവ് ആണ്. നമ്മൾ റൈറ്റ് സൈഡിലേക്കുള്ള മെഷർമെന്റ്സ് പോസിറ്റീവ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് നോക്കാം. ഇനി നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന വെച്ചാൽ നമുക്ക് നോക്കാം, നമ്മളൊരു ബസ്സിൽ ഇരിക്കുകയാണ്, നമ്മുടെ ബസ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വണ്ടി വരികയാണെന്ന് വെച്ചാൽ അവയുടെ വേഗത എന്തായിരിക്കും, നമ്മൾ പെട്ടെന്നായിട്ട് ക്രോസ് ചെയ്തിട്ടാണ് പോവുക. പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ വെച്ചാൽ എന്തായിരിക്കണം, അതിന്റെ വേഗത കൂടുതലായിരിക്കണം. അതുകൊണ്ട് അങ്ങനെ ഓപ്പോസിറ്റ് ആയി പോകുന്ന സമയങ്ങളിൽ വെലോസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേഗത എന്ന് പറയുന്നത് പ്ലസ് ആയിട്ട് എടുക്കണം. അതേസമയം ഒരേ സൈഡിലേക്കാണ് പോകുന്നത് വെച്ചാൽ അതിന്റെ സ്പീഡ് എന്ത് ചെയ്യണം, അതിന്റെ സ്പീഡ് കുറവാക്കിയിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് അനദർ ട്രെയിൻ ഡിവൈഡഡ് ബൈ അവ തമ്മിലുള്ള ആപേക്ഷിക വേഗത. ഇത് കണക്ക് കൂട്ടിയാൽ എന്ത് ചെയ്യും, ഇതിന്റെ സ്പീഡ് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. ഈ എസ് എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത്, എസ് എന്ന് പറയുന്നത് വി തന്നെ എടുക്കുന്നുണ്ട്. കാരണം ഈ എസ് എന്ന് പറയുന്നത് ഫിസിക്സിൽ ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, എല്ലാം പഠിച്ചിട്ടുള്ളവരല്ലേ, അതൊക്കെ ഓർത്ത് വെക്കുക. പക്ഷെ ഇപ്പൊ നമുക്ക് അതൊന്നും വേണ്ട. അപ്പോൾ ഇതിൽ മാത്സിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കില്ല, എസ് ഇസ് ഈക്വൽ ടു യു ടി എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. ഇനി ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് വേഗത. ഈ ആവറേജ് വേഗതയുടെ രണ്ട് കേസ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിൾ എ എന്ന ഡിസ്റ്റൻസ് ബി എന്ന ഡിസ്റ്റൻസിലേക്ക് പോയി തിരിച്ചു വന്നു. അതായത് പകുതി ദൂരം v1 എന്ന വേഗതയിലും പകുതി ദൂരം v2 എന്ന വേഗതയിലുമാണ് സഞ്ചരിച്ചതെന്ന് വെച്ചാൽ അവയുടെ ആവറേജ് വേഗത എന്ന് പറയുന്നത് 2v1 v2 ബൈ v1 പ്ലസ് v2 ആയിരിക്കും. അതേസമയം ഒരു ഇത് അത് ചെയ്തു, പകുതി സമയം എ എന്ന് ബിയിലേക്ക് പോയി തിരിച്ച് എയിലേക്ക് വന്നു. പക്ഷെ ഇതിന്റെ പകുതി സമയം ടോട്ടൽ ടൈം എന്ന് പറയുന്നത് t1 പ്ലസ് t2 ആണ് വെക്കാം.
അപ്പോൾ ഇതിന്റെ പകുതി സമയം ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് T/2 സമയത്തിൽ T/2 എന്ത് ചെയ്തു? V1 വേഗതയിൽ സഞ്ചരിച്ചു. അടുത്ത പകുതി സമയത്തിൽ V2 വേഗതയിൽ സഞ്ചരിച്ചു. അതായത് പകുതി സമയത്തിൽ എന്ത് സംഭവിച്ചു? V1 വേഗതയിലും അടുത്ത പകുതി സമയത്തിൽ V2 വേഗതയിലുമാണ് സഞ്ചരിച്ചു വെച്ചാൽ ആവറേജ് വേഗത എന്ന് പറയുന്നത് എന്തായിരിക്കണം? V1 + V2/2 ആയിരിക്കണം. ഡിഫറൻസ് മനസ്സിലായല്ലോ? ഇവ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് നേരെ മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞത്? നമ്മൾ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിൾ എന്തെങ്കിലും നമ്മൾ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അതിന്റെ പകുതി ദൂരം നമ്മൾ എന്ത് സഞ്ചരിച്ചു? V1 വേഗതയിൽ സഞ്ചരിച്ചു. അടുത്ത പകുതി ദൂരം എന്ത് സഞ്ചരിച്ചു? V2 വേഗതയിൽ സഞ്ചരിച്ചു. അപ്പോൾ ടോട്ടൽ ആവറേജ് വേഗത എന്ന് പറയുന്നത് 2v1 v2/v1 + v2 ആയിരിക്കും. ഇനി നമ്മൾ വേറൊരു കേസ് എടുക്കുകയാണ്. നമ്മൾ പകുതി സമയം V1 വേഗതയിൽ സഞ്ചരിച്ചു. അടുത്ത പകുതി സമയം V2 വേഗതയിൽ സഞ്ചരിക്കുകയാണ് വെക്കുക. അപ്പോൾ അവയുടെ ആവറേജ് വേഗത എന്ന് പറയുന്നത് എത്രയാണ്? V1 + v2/2 ആണ്. ഇത് നേരെ ബൈ ഹാർട്ട് ആയിട്ട് പോവുക. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അടുത്തത്, ഇനി ഇതിൽ തന്നെ വേറൊരു ട്വിസ്റ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇത്തിരി കൂടി നിങ്ങളെ ഇത്തിരി കൂടി കൂടുതൽ നോളജ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ പോയി, പിന്നെ അടുത്ത ഡിസ്റ്റൻസ് ഇങ്ങനെ പോയി, പിന്നെ അടുത്ത ഡിസ്റ്റൻസ് ഇങ്ങനെ പോയി, പിന്നെ അടുത്ത ഡിസ്റ്റൻസ് ഇങ്ങനെ പോയി എന്ന് കണക്കൂട്ടുക. ഇതിന്റെ ആവറേജ് വേഗത കണക്കൂട്ടാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ് എന്തെന്ന് പറയുന്നത്? ആവറേജ് വേഗത എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതും കൂടി പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മളൊരു എക്സാം ഹാളിൽ ഇതൊക്കെ ഓർത്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തതാണ് ജോലി സമയം. അപ്പോൾ ഞാൻ പറയാണ്, ഇപ്പോൾ എ എന്നൊരു വ്യക്തി 10 ദിവസം കൊണ്ട് ഒരു പണി ചെയ്യും. ബി എന്നൊരു വ്യക്തി 20 ദിവസം കൊണ്ട് പണി ചെയ്യും. അപ്പോൾ ഇവ തമ്മിൽ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് പണി ചെയ്യും? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ എ എന്നൊരു വ്യക്തി 10 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഒരു ദിവസം അയാൾ എന്ത് ചെയ്യും? 1/10 വർക്ക് ചെയ്യും. ബിയോ 1/20 വർക്ക് ചെയ്യും. അപ്പോൾ രണ്ടുപേരും കൂടി എന്ത് ചെയ്യും? 1/10 + 1/20 വർക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യും. ഇത് കൂട്ടുമ്പോൾ എത്ര വരും? 20 + 10 30 / 200 വരും. അതായത് എന്താണ്? 3/20. അപ്പോൾ ഒരു ദിവസം അവർ 3/20 വർക്ക് ചെയ്യും. അപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? 20/3 ദിവസമായിരിക്കും എടുക്കുക. ഇങ്ങനെയാണ് അത് കണക്ക് കൂട്ടേണ്ടത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഈ ബേസിക് കൺസെപ്റ്റിൽ നിന്നുമാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ മാത്സിൽ ഡിറൈവ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്കൊരു റിവിഷൻ ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ വേറെ എക്സാമ്പിൾ ഒന്നും തരാതെ എന്താണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് റിവിഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ത് വരും? എ ഒരു വ്യക്തി 20 ദിവസം കൊണ്ട് പണി ചെയ്തു. എയും ബിയും കൂടി എന്ത് ചെയ്തു? 30 ദിവസം കൊണ്ട് പണി ചെയ്തു. എന്നാൽ ബി മാത്രം ചെയ്യണമെന്ന് വെച്ചാൽ എത്ര ദിവസം കൊണ്ട് പണി ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യണം? A + B ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന പണി പറയുന്നത് 1/30 ആണ്. അതിൽ എ മാത്രം ചെയ്യുന്ന വ്യക്തി പറയുന്നത് 1/20 ആണ്. അപ്പോൾ ടോട്ടൽ ചെയ്യുന്നതിന് എയുടെ മാത്രം കമ്മിയാക്കിയാൽ ഒരു ദിവസം ബി ചെയ്യുന്നത് കിട്ടും. ആ ബി ചെയ്യുന്നതിന് ഒരു ദിവസം വർക്ക് കിട്ടിയാൽ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ വ്യൂൽക്രമം അല്ലെങ്കിൽ തിരിച്ചിട്ടാൽ നമുക്ക് ബി എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും എന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. ഇനി ഇതേ കൺസെപ്റ്റ് തന്നെ നമ്മൾ എന്ത് എന്ന് പറയുന്നത്? നമ്മൾ ഈ പൈപ്പിന്റെ കേസും പറയുന്നത്.